നെടുങ്കണ്ടത്ത് നിന്ന് നേരെ കോമ്പയാർ റൂട്ടിലേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ. നമ്മൾ ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്നാണ് കോമ്പയാർ, പാലാറ്, ഉടുമ്പൻചോലൊക്കെ തിരിഞ്ഞു പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താന്നിമൂട് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ്. ഇവിടെ ഒരു പാലമൊക്കെ പുതിയതായിട്ട് പണി കഴിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പാലം കടന്ന് നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് മുണ്ടിയരുമ, അതുപോലെ തന്നെ തൂക്കുപാലം, രാമക്കൽമേട്, കമ്പംമേട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണെങ്കിലും വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ തൊട്ടങ്ങോട്ട് ആരംഭിക്കാം അല്ലേ. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലീസ്. അപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ നെടുങ്കണ്ടത്തിനടുത്തുള്ള താന്നിമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ പണ്ട് കോമ്പയാറ് യാത്ര ചെയ്തില്ലായിരുന്നു. കോമ്പയാറ്, പാലാറ്, ഉടുമ്പൻചോലൊക്കെ യാത്ര ചെയ്തില്ലായിരുന്നു. അപ്പോൾ അന്ന് പോയ വഴിക്ക് ഒരു പാലം പണിയൊക്കെ കാരണം നമുക്കിതിലൂടെ പാസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പാലം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ താന്നിമൂടാണ് ഞാൻ നിൽക്കുന്നത്. ഈ താന്നിമൂട് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ തൊട്ട്, അതായത് ഈ ഒരു സ്പോട്ട് തൊട്ട് നമ്മൾ മുണ്ടിയരിമ വരെയുള്ള യാത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുത്തമ്പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. ഞാൻ ഇൻട്രോ എടുത്ത സ്ഥലം കണ്ടോ, നല്ല ഇല്ലിക്കാടാണേ. എന്ത് രസമെന്ന് പറയുമോ. ഇതിൻ്റെ ചുട്ടിക്കടൊക്കെ വണ്ടി ഓടിച്ച് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഇല്ലിച്ചോടിൻ്റെ സൈഡിൽ തന്നെ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് താഴെ കുറച്ച് കുട്ടികളൊക്കെ നിന്ന് ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട് കേട്ടോ. ഈ ചെക്ക് ഡാമിൻ്റെ സൈഡിൽ കേട്ടോ അവന്മാരെല്ലാം അർമാദിക്കാണ്. അടവേ എല്ലാവരും ഒരു ഹായ് തരാടവേ. തകർത്തു. അപ്പോൾ നമ്മൾ അന്ന് വന്നു കഴിഞ്ഞപ്പോൾ ബ്ലോക്കായിരുന്ന പാലം അതാണ് കേട്ടോ. ഇതാണ് താന്നിമൂട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. പണ്ട് ഇവിടെ ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു കേട്ടോ. ആ പാലം മാറ്റി പുതുക്കി പണിതേക്കണ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ പാലം പണി ബ്ലോക്കായിരുന്ന, ഈ റോഡ് ബ്ലോക്കായിരുന്ന സമയത്ത് നമ്മൾ കല്ലാറ് ചെയ്തിട്ട്, കല്ലാറിൽ നിന്ന് ഇതേ അക്കരെ സൈഡ് റോഡുണ്ട്, അതിലൂടെ പാസ് ചെയ്തിട്ട് വേണം നമുക്ക് രാമക്കൽമേട് പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ പുഴയില്ലേ, ഇതിങ്ങനെ ഒഴുകി പോയിട്ടാണ് നമ്മുടെ ചിന്നാർ പുഴയായിട്ട് മാറുന്നത് കേട്ടോ. എൻ്റെ പേര് എ കുമാരൻ, കാക്കാമ്പറമ്പിൽ. ഈ താന്നിമൂട് പേര് വരാൻ കാരണം എന്നാ? ഇവിടെ വലിയൊരു താന്നി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തണലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഇരുന്നിരുന്ന് അതിനെ ആ തണലിൻ്റെയും ആ തണൽ ആശ്വസിച്ചതിൻ്റെയും ഒക്കെ പേരിൽ താന്നിമൂടൊന്നായിപ്പോയി. അതാണ്. ഈ പാലം ഇപ്പൊ പുതുക്കി പണിതാണല്ലോ. അതിനു മുമ്പ് ഈ പാലം ഇവിടെ എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് പാലം പഴയ ഒരു പാലം, ഈ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി 4 കേഡറല്ലേ, 4 കേഡറായിരുന്നു. കേഡറയില് 2 എ പോലുള്ള കോൺക്രീറ്റ് വലിച്ചു കെട്ടി 4 കേഡറെ വലിച്ചു കെട്ടി ഉള്ള പാലമായിരുന്നു. അതിന് പേരിട്ടിരുന്നത് തൂക്കുപാലം എന്നായിരുന്നു പേര്. അങ്ങനെ തൂക്കുപാലമായിരുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ വലിയ വാർക്കപ്പാലം ഒന്ന് പണിതു. അതിൻ്റെ ശേഷം ആ വാർക്കപ്പാലത്തിന് 2 വാഹനങ്ങൾ കടന്നു പോകാൻ വീതിയില്ലാത്തത് കൊണ്ടും നേരത്തെ നല്ലൊരു മഴ പെയ്താൽ ആ പാലത്തെ വെള്ളം കയറുന്നതുകൊണ്ടും 3-3.5 മീറ്ററോളം പഴയ പാലത്തിൻ്റെ, വാർക്കപ്പാലത്തിൻ്റെ കായലും പൊക്കി ഇപ്പോൾ പാലം പണിതിരിക്കുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ ചരിത്രം അപ്പച്ചൻ പറഞ്ഞ് കേട്ടില്ലേ? നമ്മൾ ഈ പാലം ശരിക്കും ഇതിനു മുമ്പ് ഒരു ചെറിയ കോൺക്രീറ്റ് പാലമായിരുന്നു. പക്ഷേ ആ പാലത്തേക്കടെ ഒരു വണ്ടി മാത്രമാണ് ഒരു സമയത്ത് പോകുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ശരിക്കും ഈ പാലം ഇങ്ങനെ പുതുക്കി പണിതത്. പക്ഷേ പാലം പുതുക്കി പണിതപ്പോൾ പഴയ പാലത്തിനെ അപേക്ഷിച്ച് ഒരു 3 മീറ്ററും കൂടെയൊക്കെ കയറ്റിയിട്ടാണ് പണിതത്. ഇപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂട്ടാറ് ഒരു ട്രാവലറൊക്കെ ഒഴുകിപ്പോയ വെള്ളപ്പൊക്കം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പെട്ടെന്നുണ്ടായ ഒരു ദിവസം രാവിലെ, അന്നൊക്കെ നമ്മുടെ ചിന്നാർ പുഴയിലൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഈ കാണുന്ന മേഖലയിലെല്ലാം ഫുള്ള് വെള്ളം കയറിയായിരുന്നു എന്നാണ് നമ്മൾ സംസാരിച്ച് അപ്പച്ചൻ പറഞ്ഞത്. എന്താ അല്ലേ, പ്രകൃതിയിലെ ഓരോ ലീലാവിലാസങ്ങളാണ്. അപ്പോൾ കൂടാതെ ഇവിടെ നിന്നാൽ പോരല്ലോ, നമുക്ക് താന്നിമൂട് പാലത്തേക്കടെ കയറിയിട്ട് നേരെ മുണ്ടിയരിമ ലക്ഷ്യമാക്കി നമ്മൾ പോകണ്ടേ. അങ്ങനെ നമ്മൾ ഈ പാലം കടന്നു കഴിയുമ്പോൾ കല്ലാറ് മുണ്ടിയരിമ റൂട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കല്ലാറിൽ നിന്ന് വരുമ്പോൾ ഈ കാണുന്ന വഴിക്കൂടെ നമുക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കും. എന്നാണെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കുരിശുപള്ളി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു ചെറിയ മുസ്ലിം ദേവാലയം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് നല്ല കിടിലം വഴിക്കൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. ശരിക്കും കല്ലാറ്റിൽ നിന്ന് രാമക്കൽമേട് കൂടി
നിലവിൽ കമ്പമേട്ട് വരെ അടിപൊളിയായിട്ട് വഴി ഇങ്ങനെ പണിതിട്ടേക്കാണ്. അപ്പോൾ ആ വഴിക്കിടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് ഈ റോഡിൻ്റെ ഇരു സൈഡിലും ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ യാത്ര ചെയ്ത് ഏകദേശം താന്നിമൂട് പാലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 2-2.5-3 കിലോമീറ്ററൊക്കെ മാറിക്കഴിഞ്ഞാൽ ഏതാണ്ട് മുണ്ടിയരുമ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തും. അപ്പം ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല വീതിയുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു വേണം. കാരണം വെച്ചാൽ പുറത്തുനിന്ന് ഔട്ട് സൈഡിൽ നിന്നുള്ള ധാരാളം വാഹനങ്ങൾ കയറി വരുന്ന ഒരു വഴിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിരന്തരം മിക്കവാറും ഇവിടെ അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ഇതുവഴി യാത്ര ചെയ്യുക. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിട്ട് ഏതാണ്ട് ഇപ്പം മുണ്ടിയരുമ അടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റികളുള്ള ഒരു ഗ്രാമമാണ് മുണ്ടിയരുമ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പാമ്പാടുംപാറ വഴി പുളിയമലയ്ക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ തൂക്കുവാലവും കൂടി നമുക്ക് പുളിയമലയ്ക്ക് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ കട്ടപ്പനയ്ക്കും കുമളിക്കും ഒക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റുമേ. മനോഹരമായിരിക്കുന്ന ഒരു സ്കൂളും അതിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലവും അതുപോലെ തന്നെ ധാരാളം ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഉള്ള ഒരു മനോഹരമായിരിക്കുന്ന നാടാണ് മുണ്ടിയരുമ എന്ന് പറയുന്നത്. ശരിക്കും ഈ പേര് എങ്ങനെയാണ് വന്നതെന്നും ഇതിൻ്റെ പിന്നിലെ ചരിത്രങ്ങളൊക്കെ തേടി നമുക്ക് യാത്ര തുടരാല്ലേ. നമ്മൾ നെടുങ്കണ്ടത്ത് നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ ആദ്യം കാണുന്ന ജംഗ്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പാമ്പാടുംപാറയ്ക്ക് കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴി കൂടെ ഇങ്ങനെ ഈ വഴി കൂടെ യാത്ര ചെയ്ത് പോകണം. ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററൊക്കെയാണ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ധാരാളം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഉണ്ട്. നമ്മൾ ഈ മേഖലയിലും ധാരാളം കടകൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ മരം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കണയാണെന്നാണ് അറിവ് കിട്ടിയേക്കണേ. ഓർമ്മയ്ക്കായി അജു ആനാടിയിൽ ജനനം 1970, 2017 അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചേട്ടാ പേരെന്ന് പറഞ്ഞേട്ടാ? സതികുമാരൻ നായർ. 1955 ഇവിടെ ജനങ്ങൾ വസിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നേരത്തെ ഒരു വഴി ഉണ്ടായിരുന്നു, റോഡുണ്ടായിരുന്നു പാണ്ടിക്കാരുടെ. അവർ ഇവിടുത്തെ വന ഉൽപ്പന്നങ്ങളും തടികളും കാട്ടുമൃഗങ്ങളെ ആനയൊക്കെ വന്ന് കൊമ്പൊക്കെ എടുക്കുന്ന ഒരു എന്തോന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേനും ഈ മൃഗങ്ങളെ കൊണ്ടുപോയപ്പോൾ ഏതോ ഒരു മൃഗം ഇവിടെ ഇങ്ങനെ കാൽ വയ്യാതെ കിടക്കുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ മൊണ്ടി എരുമയായിരുന്നത് അതുപോലെ മൊണ്ടി എരുമയായി, പിന്നെ അത് മുണ്ടി എരുമയായി മാറി. പിന്നെ കേരള പിറവിക്ക് മുമ്പ് പട്ടംതാണുള്ളിലായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ ആ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ ഈ ഭക്ഷ്യക്ഷാമം രൂക്ഷമായിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. അപ്പോൾ ഈ ആൾക്കാരെ, ഈ ഭൂമിയില്ലാത്ത ആൾക്കാരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക. അതിനുവേണ്ടി ഇവിടെ 1500-ലധികം കുടുംബക്കാരെ, അത് 5 ഏക്കർ ഭൂമി വെച്ച് കൊടുത്തിട്ട് കൃഷിക്ക് വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. അത് എവിടെ നിന്നാണ് കൊണ്ടുവന്ന് താമസിച്ചത്? കേരളത്തിന്റെ എല്ലാ ജില്ലയിലും 8 ജില്ലയുള്ളായിരുന്നു ഈ 1955. അതിനുശേഷമാണ് 14 ആയത്. അപ്പോൾ എല്ലാ ജില്ലയിലെ ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് പ്രത്യേക ഒരു സംസ്കാരം ഇല്ല. എല്ലാം ഒരേ സംസ്കാരം തന്നെ. തൃശ്ശൂരുകാരനും ആലപ്പുഴക്കാരനും കോഴിക്കോടുകാരനും തിരുവനന്തപുരക്കാരനും എല്ലാം സംസാരിക്കുന്ന ഒരേ ഭാഷ തന്നെയാണ്. അങ്ങനെയാണ് അത് ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് മതവിഭാഗങ്ങളുണ്ട്. എല്ലാവരും ഉണ്ട്, എല്ലാ മതവിഭാഗങ്ങളും. അവരെല്ലാവരും വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുകയായിരുന്നു. സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു വീട്ടിൽ ഭക്ഷ്യവസ്തുവൊന്നും ഇല്ലെങ്കിൽ, കഞ്ഞിയില്ലെങ്കിൽ അടുത്തയാൾ കൊണ്ട് കൊടുക്കുമായിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ എല്ലാവരും പണക്കാരായി. ഇപ്പം എല്ലാവരും നല്ല പണമുള്ളവരായിപ്പോയി. പ്രത്യേകിച്ച് ഏലമേഖലയായല്ലോ. ഏലമേഖലയായിട്ട് കുറെ കാലമേ ആയിട്ടുള്ളൂ. അതിനുമ്പ് കുരുമുളകായിരുന്നു. കുരുമുളകെല്ലാം രോഗം വന്ന് നശിച്ചു പോയതുകൊണ്ട് നിത്യവൃത്തിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഏലകൃഷിയിലേക്ക് മാറിയതാണ്. ഇപ്പം ഏലം കണ്ടാണ് ജീവിക്കുന്ന മനുഷ്യൻ. അതാണ് നമ്മുടെ ഈ പട്ടം കോളനിയുടെ ഒരു പ്രത്യേകത. ഇത് പട്ടം കോളനി എന്ന് ഇവിടെ അറിയപ്പെടും അല്ലേ? പട്ടം കോളനി എന്ന് അറിയപ്പെടുന്നത് പട്ടം കോളനിയാണ് മുണ്ടിയരുമയായി ആസ്ഥാനം മുണ്ടിയരുമയായിരുന്നു. പട്ടം കോളനിയുടെ ആസ്ഥാനം മുണ്ടിയരുമയായത്. ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പോൾ നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചു, കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളെ ഒരു മരം ഞാൻ കാണിച്ചു തന്നില്ല. ആ മരത്തിൻ്റെ യഥാർത്ഥ വസ്തുത എന്നാന്നുള്ള കാര്യം നമ്മുടെ ചേട്ടൻ നമ്മളോട് പറഞ്ഞു. ഈ മരം നൈജീരിയയിൽ ജോലി ഉണ്ടായിരുന്ന ഒരാൾ ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അജു ആനേടിയിൽ നിന്ന്. അദ്ദേഹം ശരിക്കും മരണപ്പെട്ടു പോയി. 1970 ജനിച്ചത്. 2017 അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് ഈ മുണ്ടിയരുമയിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ചോട്ടിലോട്ട് നല്ല കൂളിംഗാണ്, അടിപൊളിയാണ് ഇവിടെ നിൽക്കാനാണ്.
അങ്ങനെ മുണ്ടിയരുമയുടെ കഥകളും വിശേഷങ്ങളൊക്കെ കേട്ട് നമ്മൾ യാത്ര മുന്നോട്ട് തിരിക്കുകയാണ്. ശരിക്കും നമ്മൾ നെടുങ്കണ്ടത്ത് നിന്ന് വരുമ്പോൾ കാണാൻ പറ്റുന്ന ആദ്യത്തെ ജംഗ്ഷനിലായതുള്ളൂ കേട്ടോ. ശരിക്കും മുണ്ടിയരുമ എന്ന് പറയുന്നത് എത്ര വലിയ ഒരു ഗ്രാമമാണ് അല്ലേ. ഗ്രാമമൊന്നും പറയാൻ പറ്റില്ല, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ടൗൺ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു സൈഡിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു കോർട്ടുണ്ട് കേട്ടോ. ആ കോർട്ടിൻ്റെ വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസ്ജിദിൻ്റെ കാഴ്ചയും അതിനോട് ചേർന്ന് തന്നെ കുറച്ച് കടകളുടെ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആ മസ്ജിദിലേക്ക് കയറി പോകുന്ന കവാടമാണ് നിങ്ങൾ കാണുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു LP സ്കൂളുണ്ട്, ഗവൺമെൻറ് LP സ്കൂൾ മുണ്ടിയരുമ എന്നാണ്. അപ്പം ഈ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിപ്പോയിട്ട് ആ പള്ളിയെ ഒന്ന് നമുക്ക് കാണണ്ടേ. അപ്പോൾ ആ പള്ളിയുടെ അടുത്തേക്ക് നമ്മൾ കയറിപ്പോയാൽ ഇതാണ് അവിടുത്തെ കാഴ്ച കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന സ്കൂളും ഇരിക്കുന്നത്. എന്താണ് ഗംഭീരമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്. മുണ്ടിയരുമ ഗ്രാമത്തിലേക്ക് കടന്നു വരുമ്പോഴുണ്ടല്ലോ, ഈ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവിധ ഫെസിലിറ്റികളും ഉള്ള ഒരു ഗ്രാമമാണ്. കാരണം വെച്ചാൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തന്നെ ഏതാണ്ട് ഒരു 3 സ്കൂളുണ്ട്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അങ്ങനെ 3 സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹിന്ദു ടെമ്പിൾ നമുക്ക് മുമ്പേ കണ്ടായിരുന്നു. പിന്നെ രജിസ്റ്റർ ഓഫീസുണ്ട്, അതുപോലെ വില്ലേജ് ഓഫീസുണ്ട്, പിന്നെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുണ്ടിയരുമ എന്ന് പറയുന്ന ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഗ്രാമമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രാമമാണ്. നമ്മുടെ ഈ ഒക്ടോബർ മാസത്തിൽ കൂട്ടാറിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായില്ലേ, ഒരു ട്രാവലറൊക്കെ ഒലിച്ചുപോയിരിക്കുന്ന സംഭവം നിങ്ങൾ ഓർത്തുണ്ടാവും അല്ലേ. അപ്പം അന്ന് ഈ കാണുന്ന മേഖലയിലൊക്കെ ഫുൾ ഇങ്ങനെ വെള്ളം കയറി, ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒരു 2 അടി പൊക്കത്തിൽ വെള്ളം കയറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് പെയ്തിരിക്കുന്ന മഴ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം ഭീകരതയായിരിക്കും അല്ലേ. നമുക്ക് ഇവിടെ ഇനിയിപ്പം സെൻട്രൽ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സെൻട്രൽ ജംഗ്ഷനിൽ തന്നെയാണ് സ്കൂളുള്ളത്. അപ്പോൾ ആ സെൻട്രൽ കവലയിൽ നിന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ കോമ്പയാർ കൂടി നെടുങ്കണ്ടത്തിന് പോകാൻ പറ്റും. നമ്മൾ മുണ്ടിയരുമ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് പട്ടംതാണുമുള്ള സ്മാരക ഹാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹാള് നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്കൂളിൻ്റെ ഒരു മനോഹര കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇത് ഹയർ സെക്കൻഡറിയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഹൈസ്കൂളും ഉള്ളത് കേട്ടോ. ഈ കാണുന്ന വഴിക്കട കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഗവൺമെൻറ് ആശുപത്രിയുണ്ട്. അങ്ങനെ ഗ്രാമത്തിൻ്റെ സൈഡിൽ കിടന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഗ്രാമത്തിലെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് പള്ളി കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണുന്നത്. അങ്ങനെ പള്ളിയുടെ മുമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ കാണുന്ന കോഫി ഹൗസിൽ നിന്ന് നല്ലൊരു നാരങ്ങവെള്ളം കുടിച്ചിട്ടോ, നല്ല തണുത്ത നാരങ്ങവെള്ളം. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്, കത്തി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയാണ് ഇവിടെ കേട്ടോ. അപ്പം ശരിക്കും ഈ മുണ്ടിയരുമ ഗ്രാമത്തിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ആ ടെമ്പിളിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് മതിയായ ഒരു ആലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആല് ഇങ്ങനെ ഇലയില്ലാതെ നിൽക്കുന്ന കാണുന്നത് അടിപൊളിയല്ലേ. എന്താണെങ്കിലും ആലിൻ്റെ ചോട്ടിൽ കുറച്ച് നേരം നിൽക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഓടി വന്നത്. പക്ഷേ ഇലയില്ലാതെ ആയിപ്പോയില്ലേ. ഈ അമ്പലത്തിൻ്റെ പേര് ശ്രീകൃഷ്ണ ടെമ്പിൾ എന്നാണ് കേട്ടോ. എന്താണെങ്കിലും മുണ്ടിയരുമയുടെ ഒരു ഹൈലൈറ്റാണ് ഈ ക്ഷേത്രം. നമ്മൾ രാവിലെ തുടങ്ങിയത് താന്നിമുടിയിൽ നിന്നാണ്. താന്നിമുടിയിൽ ഇതുപോലെ ഒരു ഇല്ലിയുടെ ചോട്ടിൽ നിന്നായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിച്ചത് അല്ലേ. അങ്ങനെ നമ്മൾ മുണ്ടിയരുമ വന്നു. മുണ്ടിയരുമ ഗ്രാമീണ കാഴ്ചകളും അതുപോലെ മുണ്ടിയരുമയുടെ ചുറ്റുപാടുള്ള മനോഹര കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.